ലോകം നടുങ്ങുന്ന അതിക്രമങ്ങൾ നൈജീരിയയിൽ അരങ്ങേറിയിട്ടും ലോകരാജ്യങ്ങളുടെ ശ്രദ്ധയിൽപ്പെടാതെ നൈജീരിയയിൽ പാസ്റ്ററെയും ഭാര്യയെയും ജീവനോടെ ചുട്ടെരിച്ചു. നൈജീരിയയിൽ നടക്കുന്ന ക്രൈസ്തവ വംശഹത്യയിൽ പൊലിഞ്ഞത് 10,000-ഓളം മനുഷ്യജീവനുകൾ. എന്നിട്ടും ലോകം ശ്രദ്ധിക്കുന്നില്ല എന്ന രോദനവുമായി നൈജീരിയ സന്ദർശനത്തിന് ശേഷം ബ്രിട്ടീഷ് ജേർണലിസ്റ്റ് ഡേവിഡ് പാട്രിക് ആരക്കോസ് പള്ളികൾ കത്തിച്ചു, വയലുകൾ നശിപ്പിച്ചു, കുടുംബങ്ങൾ കശാപ്പ് ചെയ്യപ്പെട്ടു. ജിഹാദി തീവ്രവാദികളാൽ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട നൈജീരിയൻ ക്രൈസ്തവർ, യുദ്ധമുഖങ്ങളിൽ താൻ കണ്ട ഭീകരതകളെന്ന് തുടങ്ങുന്ന പത്രക്കുറിപ്പിലൂടെയാണ് ബ്രിട്ടീഷ് ജേർണലിസ്റ്റും സാമൂഹ്യ പ്രവർത്തകനുമായ ഡേവിഡ് പാട്രിക് ആരക്കോസ് താൻ നടത്തിയ നൈജീരിയൻ യാത്രയിലൂടെ നേരിട്ട് കണ്ട ക്രൈസ്തവ വംശഹത്യയുടെ നേർക്കാഴ്ചകൾ പങ്കുവയ്ക്കുന്നത്. ചുട്ടുപൊള്ളുന്ന വിശാലമായ ഭൂപ്രകൃതിയിലൂടെ വാഹനമോടിക്കുമ്പോൾ ദിവസം മുഴുവൻ പിന്തുടരുന്ന നിലവിളികൾ കേൾക്കാം. അവർ ഒരു പാസ്റ്ററെയും ഭാര്യയെയും പള്ളിയിൽ ജീവനോടെ ചുട്ടെരിച്ചു. ഞങ്ങൾ അവരുടെ നിലവിളികൾ കേട്ടു. ഒരു കാലത്ത് കൃഷിസമ്പന്നമായ മണ്ണ് ഇപ്പോൾ ചാരമായി മാറിയിരിക്കുന്നു. ഒരിക്കൽ തളിർത്തു നിന്നിരുന്ന മരങ്ങൾ ഇപ്പോൾ ചാരം മൂടി കിടക്കുന്നു. വെയിലിൽ സ്വർണ്ണനിറത്തിൽ തിളങ്ങിയിരുന്ന ചോളപ്പാടങ്ങൾ ഇന്ന് ചാരനിറത്തിലും നിർജീവമായും കാണപ്പെടുന്നു. തകർക്കപ്പെട്ട മേൽക്കൂരകളും ദേവാലയങ്ങളും കോൺക്രീറ്റ് കെട്ടിടങ്ങളും. ഈ നാട്ടിൽ നിന്ന് ക്രിസ്തുമതത്തിന്റെ എല്ലാ അടയാളങ്ങളും തുടച്ചുമാറ്റാൻ ശ്രമിക്കുന്നതിന്റെ ദൃശ്യമായ അടയാളങ്ങളാണിവ. 2 പതിറ്റാണ്ടിലേറെയായി ആവർത്തിച്ചുള്ള രക്തച്ചൊരിച്ചിലുകളുടെ തിരമാലകളാൽ പ്രകമ്പനം കൊള്ളുകയാണ് രാജ്യം. ആംഡ് കോൺഫ്ലിക്ട്സ് ലൊക്കേഷൻ ആൻഡ് ഇവന്റ് ഡാറ്റ പ്രൊജക്ട് പ്രകാരം 2000ങ്ങളുടെ തുടക്കം മുതൽ നൈജീരിയയിലെ ഒരു സംസ്ഥാനത്ത് മാത്രമായി ആയിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. 2011 മുതൽ രാജ്യവ്യാപകമായി 60,000-ലധികം ആളുകൾ വർഗീയ കലാപ ആക്രമണങ്ങളിൽ മരിച്ചിട്ടുണ്ടെന്ന് നൈജീരിയയുടെ സെക്യൂരിറ്റി ട്രാക്കർ കണക്കാക്കുന്നു. നൈജീരിയയിലെ ക്രൈസ്തവരെ കൊന്നൊടുക്കുന്നത് വെറും കർഷക ഇടയ സംഘർഷമെന്ന് വിളിക്കുന്നത് സർക്കാർ ഉദ്യോഗസ്ഥർ ചെയ്യാൻ ശ്രമിക്കുന്നത് പോലെ ഒരു നയതന്ത്രപരമായ യൂഫെമിസം പോലെ തോന്നുന്നു. ഭൂമി തർക്കങ്ങൾ ഉണ്ടെന്നത് ശരിയാണ്. എന്നാൽ നിരവധി പള്ളികളുടെ അവശിഷ്ടങ്ങൾ നേരിട്ട് കാണുകയും നിരവധി ക്രൈസ്തവരെ കശാപ്പ് ചെയ്ത കഥകൾ കേൾക്കുകയും ചെയ്യുമ്പോൾ ആ വിശദീകരണം കൊണ്ട് തൃപ്തിയടയുന്നത് അപര്യാപ്തമാണെന്ന് തോന്നുന്നുവെന്നും ഡേവിഡ് പറയുന്നു. മിലിറ്ററി ഫോഴ്സിന്റെ കൂടെയല്ലാതെ പുറത്തിറങ്ങിയാൽ തലയില്ലാതെ തിരികെ വന്നേക്കാമെന്ന അവസ്ഥ വരെ തനിക്ക് നൈജീരിയയിൽ നേരിടേണ്ടി വന്നിട്ടുണ്ടെന്നും നൈജീരിയൻ ക്രൈസ്തവ സമൂഹത്തിലെ അമ്മമാർ തങ്ങളുടെ മക്കൾക്ക് ഒരു നേരത്തെ ആഹാരത്തിനായി മാലിന്യ കൂമ്പാരങ്ങൾ പരതിപ്പോകേണ്ട അവസ്ഥയിലേക്ക് തീവ്രവാദ സംഘടനകൾ ക്രൈസ്തവ ഗ്രാമങ്ങളെ ഒറ്റപ്പെടുത്തിയെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെഖേന ന്യൂസ്.